ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് കൂട്ടക്കൊലപാതക അന്വേഷണത്തിന്റെ പുതിയ നാമ്പുകൾ തേടിയിറങ്ങുന്ന ആസാദ് ചന്ദ്രന്റെ ജീവിതത്തിലേക്കാണ്. ഇറ്റ്സ് മീ യുവർ വിമൽ വി ജസ്റ്റ് ടോക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വായിച്ചു മറന്ന അക്ഷരങ്ങൾ ദയയുടെ മനസ്സിലേക്ക് ഇരച്ചു കയറിയത് അങ്ങേയറ്റത്തെ തീവ്രതയോടെയായിരുന്നു. ആർട്ടിക്കിൾ വന്ന വർഷമോ അത് ഏത് മാഗസീനിലാണ് വന്നതെന്നോ അവൾ ഓർക്കുന്നില്ല. പക്ഷെ ആ ആർട്ടിക്കിളിന്റെ ഉള്ളടക്കം അവൾ ഓർക്കുന്നുണ്ട്. അത് ലോകം അതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പരാജയങ്ങളെക്കുറിച്ചാണ്. രാഷ്ട്രീയത്തിലും ശാസ്ത്രത്തിലും കായിക മേഖലയിലും തുടങ്ങി മനുഷ്യരാശിയുടെ നാനാ വിഭാഗങ്ങളിലും സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ആ ആർട്ടിക്കിൾ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അതിലൊരു വിഭാഗത്തിലാണ് F&D എന്ന അമേരിക്കൻ കമ്പനിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്, ആണവ ഊർജം. ആർട്ടിക്കിൾ പറയുന്ന പ്രകാരം 1950 മുതൽ 1980 വരെയുള്ള കാലഘട്ടങ്ങളിൽ അമേരിക്കയിലുടനീളം പരാജയപ്പെട്ടു പോയത് 32ഓളം ആണവ പദ്ധതികളാണ്. അതിൽ തന്നെ 40% പിന്നിലുള്ള യഥാർത്ഥ കാരണം മോഷണങ്ങളാണ്. മോഷ്ടിക്കപ്പെട്ടതിൽ 6ഓളം ആണവായുധങ്ങൾ ഇന്നീ നിമിഷം വരെ അമേരിക്കൻ ഗവൺമെന്റിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൽ പലതിൻ്റെയും പിന്നിൽ F&D എന്ന ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുടെ പ്രകടമായ സാന്നിധ്യം ആ കാലഘട്ടങ്ങളിൽ പലരും ആരോപിച്ചിട്ടുണ്ട്. ദയ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഒരു ഹിസ്റ്ററി ക്ലാസ് പോലെയാണ് ആസാദിന് തോന്നിയത്. തുടർന്ന് അവൾ സംസാരിക്കും തോറും അത് വർത്തമാന കാലഘട്ടത്തിൻ്റെ ഭീഷണിയായി രൂപാന്തരപ്പെട്ടു. ആ ആർട്ടിക്കിളിൽ വളരെ അപ്രസക്തമായ രീതിയിൽ പരാമർശിച്ചു വിട്ടിട്ടുള്ള ഒരു സംഭവം കൂടി അവൾ ഓർന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കോട്ടി. ആർതർ ജെഫ്രി എന്ന കനേഡിയൻ ശാസ്ത്രജ്ഞൻ യുറേനിയത്തിനായുള്ള അന്വേഷണങ്ങൾക്കിടയിൽ കസാക്കിസ്ഥാന്റെ മലയിടുക്കുകളിൽ എവിടെയോ യുറേനിയത്തിന് സമാനമായ മറ്റൊരു പദാർത്ഥത്തെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ സംഭവം അന്നത്തെ ശാസ്ത്രലോകത്ത് ഒരു ചർച്ചയാവുകയോ പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയോ ചെയ്തില്ല. കാരണം ആ പദാർത്ഥത്തിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ചില സവിശേഷതകൾ അന്ന് നിലനിന്നിരുന്ന ചില ആണവ ഊർജ സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ആറ്റത്തെ വേർതിരിക്കാൻ ആവശ്യമായ ബാഹ്യമായ ഊർജം ആ പദാർത്ഥം സ്വയം ഉൽപ്പാദിപ്പിച്ചു. സാധാരണഗതിയിൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ശബ്ദതരംഗം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന അളവിൽ ഉള്ളതല്ല. അതിൻ്റെ ഫ്രീക്വൻസി മൈക്രോ ലെവലാണ്. പക്ഷേ ആർതർ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ആണവ പദാർത്ഥം കേൾവിക്ക് സാധ്യമായ തരത്തിലുള്ള ശബ്ദതരംഗങ്ങളെ സൃഷ്ടിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ പദാർത്ഥം ന്യൂക്ലിയർ ഇഞ്ചുറി സൃഷ്ടിക്കുന്നവയായിരുന്നില്ല. അതായത് ശരീരത്തിന് പുറത്തുള്ള പരിക്കുകൾ, ഉദാഹരണം ത്വക്കിലുണ്ടാകുന്ന പൊള്ളൽ, കണ്ണിലുണ്ടാകുന്ന ക്ഷതം. മറിച്ച് ഇവ സൃഷ്ടിച്ചിരുന്നത് ന്യൂക്ലിയർ ഇൽനെസ് ആയിരുന്നു. അതായത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ. യഥാർത്ഥത്തിൽ കിണർ പണി ചെയ്യുന്ന കുറച്ച് തമിഴന്മാരുടെ ജീവിതവുമായി പുലബന്ധമില്ല മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക്. ഒരു നേരം തികച്ചു വാരി തിന്നാൻ വിയർപ്പൊഴുക്കുന്നവന്റെ ജീവിതത്തിൽ നിന്നും എത്രയോ അകലെയാണ് ആണവ സിദ്ധാന്തങ്ങളുടെയും ഏതോ ഒരു വിദേശ ശാസ്ത്രജ്ഞനെ ചുറ്റിപ്പറ്റിയുള്ള ഗോസിപ്പുകളുടെയും സ്ഥാനം. പക്ഷേ പിന്നീട് ദയ ആ ആർട്ടിക്കിളിൽ പരാമർശിച്ചിരുന്നു എന്ന് ഓർത്തെടുത്ത 3 കാര്യങ്ങൾ ആ അകലത്തിന് കുറുകെ ഒരു പാലത്തെ പണിതു. 1. ആർതർ ജെഫ്രി ആ കാലത്ത് നടത്തിയിരുന്ന ഉദ്യമങ്ങൾക്ക് ആവശ്യമായ ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുത്തിരുന്നത് F&D ആണ്. 2. ആ കാലഘട്ടത്തെ അയാൾ കണ്ടെത്തിയ സവിശേഷ ആണവ പദാർത്ഥത്തിന്റെ ശേഖരണത്തിന് 120 കിലോ വരെ തൂക്കമുണ്ടായിരുന്നു. അതിനെ F&D എന്ന കമ്പനിയിലെ 6 ഉയർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് മോഷ്ടിക്കുകയും തുടർന്ന് പല നാടുകളിലേക്ക് കടത്തുകയും ചെയ്തു എന്ന തരത്തിൽ ഒരു കിംവദന്തി അന്ന് ആ സംഘത്തിലുള്ള ആളുകൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചു. 3. അമേരിക്കയിലെ ഒരു തേർഡ് റേറ്റ് പത്രം അന്ന് ഈ വാർത്തകൾ ആ 6 മോഷ്ടാക്കളുടെ ലിസ്റ്റ് ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 4ാമത്തെ പേരുകാരൻ ഒരു മലയാളിയാണ്, ചെറിയൻ ഫിലിപ്പ്. ദയ ഇതൊക്കെ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് ഭയത്തിന്റെ ഇന്നേ വരെ പരിചയമല്ലാത്ത മറ്റു ചില ഭാവങ്ങളെ കൂടി ആസാദ് പരിചയപ്പെട്ടു. ഏതോ ഒരു തരം ഭീകരത അയാളിൽ കുമിഞ്ഞുകൂടി. ഈ പറഞ്ഞതൊക്കെ ചിലപ്പോൾ വെറും സംശയങ്ങളാവാം. ഒരുപക്ഷെ ഇതൊക്കെ സത്യമായിരുന്നെങ്കിൽ വളഞ്ഞകാവ് ഇതിനോടകം ഒരു ശവപ്പറമ്പായിട്ടുണ്ടാകണം. 120 കിലോ 6 പേരും തുല്യമായി ഭാഗിച്ചാൽ പോലും ഒരാൾക്ക് 20 കിലോയോളം കിട്ടും. നിങ്ങളൊക്കെ ആ വീട്ടിൽ ചിലവഴിച്ച സമയം വെച്ച് നോക്കുമ്പോൾ നിങ്ങളാരും ഇന്നീ ഭൂമിയിൽ ഉണ്ടാവേണ്ടതല്ല. പക്ഷെ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചില്ലല്ലോ, ദയ പറഞ്ഞു. ആ വാക്കുകൾ ആസാദിൽ ഒരു തരിമ്പിന് ആശ്വാസത്തെ പകർന്നു കൊടുത്തു. പക്ഷേ ദയയുടെ അടുത്ത നിഗമനം വരെ അതിന് ആയുസ്സുണ്ടായിരുന്നു.
ഇതൊന്നുമല്ലെങ്കിൽ ആ കിണറിനുള്ളിലുള്ളത് ഈ പറഞ്ഞതിൻ്റെ ഒരു അവശേഷിപ്പ് മാത്രമാവാം. അതിൻ്റെ ഭൂരിഭാഗം അളവും മറ്റെങ്ങോട്ടെങ്കിലും മാറ്റപ്പെട്ടിട്ടുണ്ടാവാം. ദയ ആ രാത്രി അവൾക്ക് പറയാനുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞു നിർത്തി. പുലർച്ചെ തന്നെ ആസാദ് ആന്റണിയെ കണ്ട് വളഞ്ഞകാവിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒപ്പം തൻ്റെ ഉള്ളിലെ സംശയങ്ങളെയും പൂർണ്ണമായും വിശദീകരിച്ചു നൽകി. അന്ന് ഉച്ചയ്ക്ക് ശേഷം ആസാദ് ഒരു യാത്ര പുറപ്പെട്ടു, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക്. ദൊരൈരാമൻ എന്ന എഴുത്തുകാരൻ ജനിച്ചു വളർന്നത് അവിടെയാണ്. ഇനി ഈ കേസിലെ അവസാന ഭാഗങ്ങൾ അരങ്ങേറി അഴിഞ്ഞു വീഴേണ്ടിയിരുന്നത് തമിഴിൻ്റെ താളത്തിനൊപ്പം ആണ്. ആ യാത്രയിലുടനീളം ആസാദിൻ്റെ ഹൃദയത്തിൽ 2 കാര്യങ്ങൾക്കായിരുന്നു സ്ഥാനമുണ്ടായിരുന്നു. ഒന്ന്, ഏതൊക്കെയോ പിതൃത്വമില്ലാത്ത പ്രവൃത്തികളുടെ പിന്തുടർച്ചകൾക്ക് ജീവൻ കൊണ്ട് ഉത്തരം പറയേണ്ടി വന്ന 8 മനുഷ്യരുടെ ആത്മരോധനങ്ങൾ. 2, ആ 8 800 1000 ആവരുത് എന്ന പ്രാർത്ഥനകൾ. ഇറ്റ്സ് മീ, യുവർ വുമൻ, സൈനിങ് ഓഫ്.